ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ട് പോകണു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അസുഖങ്ങളൊക്കെ ഭേദമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാവുമ്പോൾ വരുന്നു. പറയാണ്ടാട്ടോ, മിണ്ടാണ്ട് വരിക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചു വരുമായിരുന്നു. അപ്പോൾ ഉണ്ടാവാൻ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വേറെ പിള്ളേരൊക്കെ പൂവാ വെച്ചിട്ട് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ കടകടേ സൗണ്ട് കേൾക്കുക കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഉണ്ണി. അപ്പോൾ അവൻ വെറുതെ വന്നതാട്ടാ. അപ്പോൾ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ കളിക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ അവരനൊക്കെ വിളിച്ച് വരുത്തി. കുഞ്ഞോട് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈസീനൊക്കെ പോയിട്ട് വിളിച്ച് കൊടുന്നു കേട്ടോ. അപ്പോൾ അവനിപ്പോൾ എന്താ കാണിക്കുന്നത് വെച്ചെങ്കിലേ, മൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആളെയും മൈക്ക് വാങ്ങി തന്നിട്ടുണ്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ പറഞ്ഞിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ ഡയലോഗ് എന്താ അറിയുമോ, ആളെയും ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ എന്നൊക്കെ പറയാട്ടോ. നല്ല സപ്പോർട്ടാണ്, ആളെ എന്ത് പറഞ്ഞാലും മേടിച്ച് തരും. നല്ല സപ്പോർട്ടാണ്, വീഡിയോയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാന്നൊക്കെ പറയാട്ടെ ഞാൻ അവൻ്റെ അടുത്ത്. അപ്പോൾ അവൻ പറഞ്ഞത് എന്താ വെച്ചിങ്ങനെ, സപ്പോർട്ട് ഉണ്ടല്ലോ, അപ്പോൾ താത്ത വിജയിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടെ. എൻ്റെ അടുത്ത് ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ചവണ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചവണ കണ്ടപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു ചവണ വേണം, വീട്ടിൽ കീരിയുടെ ശല്യം, കോഴിക്കുട്ടികളെയൊക്കെ എന്താ കീരി വന്ന് പിടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവന് കല്ലെടുത്തെറിയാൻ വേണ്ടിയിട്ട്, ചവണ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് മാമാക്ക് ഒരു ചവണ മേടിച്ചിട്ട് വായു മൈമുട്ടിക്കട കടയിലുണ്ടേ 25 ഉറുപ്പുള്ള. അപ്പോൾ അവൻ പൈസ കൊടുത്തിട്ട് ഉണ്ണിമോള് പോയിട്ട് മേടിച്ച് കൊടുന്നു കേട്ടോ. അങ്ങനെ മാമ വന്നപ്പോൾ ഫൈസിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അവൻ വരുമ്പോൾ ഉപ്പാനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ഞാനൊക്കെ കുറേ പറഞ്ഞു ഇവിടെ നിൽക്കടാ, നാളെ പോവാന്നൊക്കെ പറഞ്ഞു. കുട്ടികളും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉപ്പാനടുത്ത് പറഞ്ഞിട്ടില്ല, ഉമ്മാടൊന്നും ശരിക്കും പറഞ്ഞിട്ടില്ല നിൽക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാൻ പിന്നെ അവർക്ക് വിഷമാവേണ്ട വെച്ചിട്ട് എന്നാൽ ശനിയാഴ്ച വരുന്നുണ്ട് കേട്ടോ. ഉപ്പയും ഉമ്മയും ഉണ്ണിയൊക്കെ കൂടിയിട്ട് ശനിയാഴ്ച ഇൻഷാല്ലാ അവരൊക്കെ വരും. അപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ, ഞങ്ങളൊക്കെ വീഡിയോ കാണുക. അപ്പോൾ ഇതിപ്പോൾ എന്താ കാണിക്കുന്ന വെച്ചെങ്കിൽ, നാരങ്ങ എടുത്ത് മുറിച്ചിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മാമാടെ അടുത്ത് എക്സ്പ്രഷൻ ഇല്ലാണ്ടൊന്ന് തിന്നാൻ പറയാട്ടോ ഉണ്ണിമോള്. അങ്ങനെ അവൻ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എക്സ്പ്രഷനൊന്നും ഇല്ലാണ്ട് 4 പീസാക്കിയിട്ട് അവൻ കഴിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കുറേ നേരം അവൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് അവൻ അങ്ങനെ പോവുകയും ചെയ്തു. പൈസ നല്ല കരച്ചിലും കരയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് അവൻ വന്നിട്ടുള്ള വിശേഷങ്ങൾ എടുത്ത്. ഇനിയിപ്പോൾ രാവിലത്തെ വിശേഷം കേട്ടോ അതൊക്കെ. രാവിലെ ഞാൻ നേരത്തെ നീച്ച് പിള്ളേരെ മദ്രസയിലേക്ക് ആക്കേണ്ട പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരനൊക്കെ ഇങ്ങനെ മൂട്ടിൽ കുത്തിയിട്ട് നീക്കണേ ഇല്ല. ഒന്നാമത് നീക്കാൻ തോന്നണില്ല കേട്ടോ, എനിക്ക് തന്നെ നീക്കാൻ തോന്നണില്ല. എന്നാലും ഞാൻ വേഗം നീച്ച് ഇവരനൊക്കെ നീപ്പിച്ച് പല്ലേച്ച് മോറേകി എന്താ ചായ കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നുണ്ട്, ബിസ്ക്കറ്റൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മദ്രസയിൽ പരീക്ഷയാണേ അവൾക്ക്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞോൾക്ക് അത് തന്നെ രക്ഷപ്പെട്ടു. അത് തന്നെ പൈസയ്ക്ക് വലിയ ഇതില്ല കേട്ടോ. എന്താ ഇവൾക്ക് മാത്രം ഇല്ലാത്ത, ഞങ്ങൾക്ക് അവളിന് ഭയങ്കര കുശുമ്പട്ടോ കുഞ്ഞോൾക്ക് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കട്ടൻ ചായ ഞാൻ വെള്ളത്തിൽ വെച്ച് ചൂടാറ്റുക ചെയ്യണത് കേട്ടോ. ലേശം വെച്ചെങ്കിലോ മൊബൈലിലേക്ക് നോക്കിയിട്ട് ആക്കിയത്, അത് ലേശം പോവുകയും ചെയ്തു. അങ്ങനെ പൈസയ്ക്ക് ഒരു ചൂട് പോലും പാടില്ല, പച്ചവെള്ളം പോലെയാണ് ചായ കുടിക്കുക. അപ്പോൾ ചൂടുണ്ട് മച്ചി ചൂടുണ്ട് എന്ന് പറയാം. അപ്പോൾ ലേശം ചൂട്ടോടൊക്കെ കുടിക്കണം, ഈ തണുപ്പത്ത് ഇത്തിരി ചൂടൊക്കെ വേണ്ടേ. അങ്ങനെ ഇക്ക് നേരത്തെ നീച്ചിട്ടുണ്ട് ഇവരെന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഇക്ക് നീച്ചു, നേരം വെളിച്ചാവണം തന്നെ ഉള്ളു കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അവരിതാ മദ്രസയ്ക്ക് പോകുന്നുണ്ട്. എളുപ്പം നല്ല കേട്ടോ, ഈ കുട്ടികളെനിക്ക് നീപ്പിക്കാനേ തോന്നണില്ല, സുഖമായിട്ട് ഉറങ്ങുകയാണേ. ഒന്നാമത് ഈ ചെക്കന് ഉറക്കം തന്നെ ഇല്ല കേട്ടോ. വൈകുന്നേരം എപ്പോഴൊക്കെ ഉറങ്ങണമെന്ന് അള്ളാഹ്ക്കറിയാം. ഇവർ 2 പെണ്ണുങ്ങൾ നേരത്തെ ഉറങ്ങും. ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും അവർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങും. ഇവന് ഉറക്കേ ഇല്ല. ഉപ്പച്ചിറ മേല് കിടന്ന് ഉപ്പച്ചിറ കൂടെ ഫോണും കണ്ടിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ ചായ വെച്ച് ഇതാ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങണം. കടല വെള്ളത്തിലിട്ടത് കണ്ടില്ല നിങ്ങൾ, അത് കൂട്ടാൻ വെക്കാനാട്ടാ, പുട്ടുണ്ടാക്കാനാണ്. അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇന്ന്. പുട്ടും കടലയാണ് നമുക്ക് ഇന്ന് ചായക്ക് കടി. അപ്പോൾ എൻ്റെ ഉണ്ണി വന്ന വിശേഷമൊക്കെ കണ്ടില്ലേ. അവന് എന്താ വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞാത്താടെ അടുത്തേക്ക് പോവും, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. എന്നാലും പെങ്ങന്മാരുടെ അടുത്തേക്ക് അവൻ വരാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവും അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ. പിന്നെ കൂടുതൽ അവനെ കുഞ്ഞിപ്പാടെ 2 മക്കളുണ്ടായി, അവരേനായിട്ട് ഭയങ്കര കൂട്ടാട്ടോ. ഇങ്ങോട്ട് പോകുമ്പോഴും അസലും ഉണ്ട്, അനസ് പറയും, എൻ്റെ കുഞ്ഞിപ്പാടെ മക്കൾ തന്നെയാണ്. ഒക്കെ അവരെ കൂടെ തന്നെ ആയിട്ട് എവിടേക്കും പോകുമ്പോഴും കൂടുതൽ പോവുക. അങ്ങനെ അവന് ഇനി പോകുമ്പോൾ അവിടെ ഭയങ്കര നേരം പോക്ക് അത്ര. ഗൾഫിലേ സമയം പോണതറിയില്ല, ദിവസം പോണതറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേക്കാം. അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഉണ്ണിക്ക്.
അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, എനിക്കെന്താ ഞങ്ങളെ വന്നു കഴിഞ്ഞാൽ മുട്ടായി മാത്രമേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് എത്ര ഇതായാലും ആങ്ങളമാരെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മുട്ടായി കിട്ടിയാലും നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലേ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ, കല്യാണം ഒന്ന് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പെങ്ങന്മാരുടെ അടുത്തേക്ക് വരില്ല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത്. പെങ്ങന്മാരുടെ അടുത്തേക്കൊക്കെ പോകണം, പെങ്ങന്മാരെ വിളിക്കണം. ഒന്നാമത് ഇങ്ങോട്ട് വിളിക്കട്ടെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നൊന്നും നോക്കിക്കരുത്. താഴെതായാലും മൂത്തതായാലും കേട്ടോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുക. ഒരു ഉമ്മാൻ്റെ വയറ്റുനിന്ന് വന്നതല്ലേ, 3 മക്കളായാലും 2 മക്കളായാലും ഒരു വയറ്റുനിന്ന് വന്നതല്ലേ. അപ്പോൾ സ്നേഹബന്ധം എപ്പോഴും വേണം, കൂടപ്പിറപ്പ് സ്നേഹം എപ്പോഴും വേണം കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര ഇടങ്ങേറ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഉണ്ണി ഇപ്പോൾ ഞങ്ങൾക്ക് ഗൾഫിൽ നിന്ന് വന്നിട്ട് അവനിൽ തരാൻ പാകില്ലെങ്കിൽ ഒരു ചെറിയ 2 പാക്കറ്റ് മുട്ടായി തന്നാലും അൽഹംദുലില്ലാ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അങ്ങനെ നമ്മളത് കിട്ടി എന്താ പറയുക, പഠിച്ചോൻ നേരെ ആക്കണേ, അവൻ നല്ലത് വരുത്തണേ, അവന് ജോലിയിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ, അങ്ങനെയൊക്കെ ഒരു തേട്ടം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ മുന്നോട്ട് പോവുക. കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അവൻ്റെ കാര്യമാണ്, എന്തിനിപ്പോൾ നമ്മുടെ അന്വേഷിക്കുന്നത്, നമ്മളിപ്പോൾ എന്തിനാ അവൻ്റെ കാര്യം അന്വേഷിക്കുന്നത്, അങ്ങനെ ഒന്നും മനസ്സിൽ ഒന്ന് ചിന്തിക്കരുത്. നമ്മൾ ഒപ്പം കളിച്ച് വളർന്നതാണ്. നമ്മുടെ എന്ത് വിഷമം ഉണ്ടെങ്കിൽ, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും സ്വകാര്യം ഉണ്ടെങ്കിലും നമ്മൾ കൂടപ്പിറപ്പോളോടാണ് പറയാറ്. ഞങ്ങളങ്ങനെ ആയിരുന്നു. ഞങ്ങൾ 3 ആളും എന്തുണ്ടെങ്കിലും അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യും. ഇപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെച്ചെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ കുഞ്ഞാത്താട് പറയും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഉമ്മാട് പറയും. ഉമ്മാട് പറ്റുന്ന കാര്യങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് പറയും. അങ്ങനെ ഷെയർ ചെയ്യും ഇല്ലേ. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തുറന്ന് പറയുക. കൂടപ്പിറപ്പുള്ള സ്നേഹം അതൊരു വേറെ തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ, സ്നേഹമൊന്നും ഇല്ലാണ്ട് അകൽച്ചയായിട്ട് നടക്കണവരൊക്കെ ഈ ദുനിയാവിലുണ്ട്. അപ്പം അങ്ങനെയൊന്നും ആവരുത്, നല്ല സ്നേഹത്തോടെ പോവുക. അങ്ങനെ നമ്മളൊക്കെ ഒരു ഞാൻ എൻ്റെ മക്കളോട് അതന്നെ കേട്ടോ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയും, ഒരു മുട്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ മുട്ടായി കിട്ടും, പൈസയ്ക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരെണ്ണൊക്കെ കിട്ടിയെച്ചെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് 3 ആളും കൂടി ഷെയർ ചെയ്ത് കഴിക്കിട്ടാ. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ എന്നെ വേണ്ട, ഇത് വലുതായാലും കാണണട്ടാ, ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ 3 ആളും കൂടിയിട്ട് തിന്നുക. പിന്നെ ഉമ്മച്ചിക്ക് ഉണ്ടിച്ചെങ്കിൽ തന്നാൽ മതി, അല്ലെങ്കിൽ ഉമ്മച്ചിക്ക് വേണ്ടാട്ടാ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് കണ്ടിട്ടല്ലേ നമ്മൾ മക്കൾ വളരുക. അപ്പോൾ എന്താ, തലമുറ നല്ലതാവണമെങ്കിൽ നമ്മൾ നന്നാവണം. അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയതാട്ടെ. ഞാനിതൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ആരെന്നതാണെന്ന് പറയണമെന്നില്ല. ഒരുപാട് പേരിങ്ങനെ സ്നേഹമില്ലാണ്ട്, കൂടപ്പിറപ്പുകളോട് സ്നേഹമില്ലാണ്ട് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ. നമുക്കെല്ലാം അതിപ്പോൾ തുറന്ന് പറയാനൊന്നും പറ്റില്ല. കുടുംബത്തിൽ തന്നെ ഉണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലായിടത്തും തുറന്ന് പറയാനൊന്നും പറ്റില്ല. 10-15 മിനിറ്റിനുള്ളിലത്തെ വീഡിയോ അതൊന്നും അല്ല കേട്ടോ. വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൽ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പറയണവരൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അതിൽ പെടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരൊക്കെ ഓരോ ജീവിതം ഒരു എന്താ പറയുക ഷൂട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. നമ്മൾ നൗഫലിൻ്റെ നൗഫലില്ലേ, ഉമ്മയും മോനും, അതൊക്കെ അവരുടെ ചാനലൊക്കെ കാണുന്നവർക്കറിയാം. ആദ്യമേ അവർ എങ്ങനെ വളർന്നു വന്നതൊക്കെ അവനിങ്ങനെ അങ്ങനെയൊക്കെ ജീവിതം കാണിച്ച് തന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും കാണിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല കേട്ടോ. അതുപോലത്തെ ഒരു സാഹചര്യങ്ങൾ കൂടെ തന്നെയാണ് ഞങ്ങളൊക്കെ വളർന്ന് വന്നതിൻ്റെ ഉപ്പ ഞങ്ങൾ 3 മക്കളെ നോക്കി വളർത്തിയത്. ആ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലോ ഒരുപാടുണ്ട് കേട്ടോ. അതൊന്നും പറയാൻ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. ഒക്കെ പഠിച്ചു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം, അതൊക്കെ ഇനി കഴിഞ്ഞു. ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. ഇരിക്കാനൊരു സ്ഥലമായിട്ടില്ല, വീടായിട്ടില്ല. അതും കൂടി ആയി കഴിഞ്ഞാൽ സന്തോഷമായി, അൽഹംദുലില്ലാ സന്തോഷമായിട്ടാണ്. അപ്പോൾ അതൊക്കെ വീടൊക്കെ ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ 2 പെണ്ണുങ്ങളെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് ഉപ്പ അതൊക്കെ കൊടുത്ത് ഇപ്പോൾ വാടകയ്ക്ക് തന്നെയാണ്. ഒക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, നമുക്ക് വീടൊക്കെ ആവണം. ഉപ്പാനെ സഹായിക്കാനൊക്കെ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഉണ്ടാവുമല്ലോ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഉപ്പാക്ക് ഒരു 10 റുപ്യ കൊടുക്കുക, കൈ സഹായം. എന്നാലും എൻ്റെ ഉപ്പാക്ക് 2 മരുമക്കളെ കിട്ടിയത് സൂപ്പറാട്ടോ, അടിപൊളി മരുമക്കളെ കിട്ടിയത്. അതന്നെ അൽഹംദുലില്ലാ. ഉപ്പ ഇപ്പോഴും പറയും, പഠിച്ച 2 മരുമക്കളെ തന്നത് ഭയങ്കര അടിപൊളി മക്കളാണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ.
ഉപ്പ മാത്രമല്ല കേട്ടോ, ഉമ്മയും പറയും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓടി ചെല്ലൂട്ടവർ, അങ്ങനെയാണ്. അപ്പോൾ എന്താ ഉണ്ണി കുഞ്ഞളിയൻ വെല്ലിയളിയൻ എന്നൊക്കെയാണ് എൻ്റെ ഉണ്ണിയൊക്കെ വിളിക്കുക. എന്ത് സഹായമാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഉണ്ണീനെ ഗൾഫിലേക്ക് ദുബായിക്ക് പറഞ്ഞത് കുഞ്ഞളിയനാണ്. അസിയുടെ ഇട്ടാ ഒക്കെ ശരിയാക്കിയിട്ടൊക്കെ അവനെ ദുബായിക്ക് കൊണ്ടുപോയത്. അവൻ്റെ കെയർ ഓഫിൽ ഇതിലായിട്ടാണ് അവൻ പോയേക്കണത്. അങ്ങനെ ഇപ്പോൾ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ഉപ്പാക്ക് ഒരു താങ്ങായിട്ട്. അല്ലാണ്ട് ഉപ്പാക്ക് ഇപ്പോൾ എന്താ വല്യമ്മ ഉണ്ടായിരുന്നു, വല്യമ്മ മരിച്ചു. ഒരു അനിയൻ ഉണ്ടായിരുന്നു, അനിയനും മരിച്ചു. ഇപ്പോൾ ഒരു അനിയനും കൂടി ഉണ്ട്, ഒരു പെങ്ങളുണ്ട് എൻ്റെ ഉപ്പാക്ക്. പിന്നെ ഉപ്പ വല്യാപ്പ വല്യമ്മൊക്കെ മരിച്ചു പോയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയട്ടെ. അതിൻ്റെ ഇടയിൽ ഇത് പുട്ടായി പുട്ടുതായും കൊണ്ടിരിക്കുന്നു, കടല പുട്ടാൻ വെച്ചു. ഓരോ പണികളുടെ ഇടയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത്ര തന്നെയാണ്. എല്ലാവരും ഇതേപോലത്തെ ഒക്കെ സാഹചര്യങ്ങളൊക്കെ കടന്നിട്ട് വന്നവരൊക്കെ തന്നെ ആവും, ഒക്കെ അറിയാം. നമുക്കിപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ എൻ്റെ ജീവിത രീതികളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് വന്നത് നമുക്ക് ഓർമ്മ വെച്ചിട്ട് നമുക്ക് ചെറുതിലുള്ള ഓർമ്മയിലത്തെ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങളൊരു തറവാട്ടിലൊരു കുന്നത്തൊരു കാട്ടുമുക്കിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇക്കൊന്ന് പെണ്ണ് കാണാൻ വന്നത് അങ്ങോട്ടൊന്നല്ല. അപ്പോൾ ഇക്ക കല്യാണം കഴിഞ്ഞിട്ടാണ് കുന്ന് കയറിയിട്ട് വരുന്നതേ. അപ്പോൾ ഇക്ക പറയാ, അല്ലോ ഇത്ര വലിയ കുന്നായിരുന്നു എൻ്റെ ഉമ്മയുടെ തറവാട്ടിൽ വെച്ചിട്ടാണ് എന്നെ പെണ്ണ് കാണാൻ വന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുന്നുംപുറത്തൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു താമസമൊക്കെ. അത് ഉമ്മയുടെ തറവാട്ടിലായിരുന്നു കേട്ടോ. അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആകെ മൊന്ത പിടിച്ച് ആകെ ആയിട്ട് കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാച്ചെങ്കിൽ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഓണത്തിനൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാനെ കൊണ്ടൊക്കെ ഞാൻ വർത്താനം പറയിപ്പിക്കട്ടെ. ഉമ്മാനെ കൊണ്ടും അനിയനെ കൊണ്ടൊക്കെ നമുക്ക് എൻ്റെ വോയിസല്ലേ നിങ്ങൾ കേൾക്കണേ. അപ്പോൾ ഇക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, ഇക്ക സംസാരിക്കില്ലേ മിണ്ടൂലേ എന്നൊക്കെ. അപ്പോൾ ഇക്കൊക്കെ നന്നായി സംസാരിക്കും കേട്ടോ. സംസാരിക്കാൻ തുടങ്ങി ഇവിടെ കുലുങ്ങും, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ വീടൊക്കെ വീഴുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുക്കാക്ക്, എന്നാലും പെട്ടെന്ന് അലിയും ചെയ്യും. ഒരു മനസ്സിലൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് അവിടെ ചൂടാവും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇക്ക പാവാണല്ലോ എന്നൊക്കെ പണ്ടിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പാവ തന്നെയാണ്, എന്ത് പറഞ്ഞാലും പറ്റില്ല എന്ന് പറയുന്നാലും ഒക്കെ മേടിച്ച് കൊണ്ടുവരും ഒക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ അത് വീഡിയോ എടുക്കണതിനൊക്കെ ഫുള്ള് സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇക്ക. എല്ലാവരും സപ്പോർട്ടാട്ടോ. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഇക്കാട് ഉപ്പയും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ എടുക്കണതിനൊക്കെ. ഇപ്പം എൻ്റെ ഉണ്ണിക്ക് ആദ്യം പറഞ്ഞിട്ട് അതൊക്കെ വലിയ ഭ്രാന്തുണ്ടാന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ അവന് നല്ല സപ്പോർട്ടാട്ടോ. അതുപോലെ എൻ്റെ അനിയത്തി അതെ. അങ്ങനെ അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് വീഡിയോ എടുക്കാനൊക്കെ, അൽഹംദുലില്ലാ. അപ്പോൾ നോക്കിയൊരു കുന്ന് പാത്രം കിടക്കുന്നുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, അതൊക്കെ കഴുകണ്ടേ. അപ്പോൾ വെച്ചതും തിന്നതും കുടിച്ചതും ഒക്കെ കുട്ടികളൊക്കെ എല്ലാതും കൊണ്ടുവന്നിങ്ങനെ കൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കഥ കേട്ടതിനിടയിൽ നിങ്ങൾ ലേക്ക് തോണ്ടാണ്ടിരിക്കരുത്. ലേക്കുമ്പോൾ ഒന്ന് തോണ്ടിക്കോളേ. എനിക്ക് ലേക്കൊന്നുമില്ല. അപ്പോൾ ലേക്കൊക്കെ ഒന്ന് തോണ്ടുക. അങ്ങനെ എപ്പോഴും ലേക്ക് കുറവാട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇവർക്കൊന്നും എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടാവില്ലേ, മടുപ്പായി ആ പഠിച്ചോനെ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരി. അപ്പോൾ ലൈക്കൊക്കെ തോണ്ടുക, പിന്നെ കമൻറ്റൊക്കെ ഇടുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കേൾക്കുമ്പോഴൊക്കെ അല്ല വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ബാക്ക് കമൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് സാരില്ല. അതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതൊക്കെ നേരിടേണ്ടി വരും എന്നൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നേരിടന്നെ. എന്തായാലും ഇപ്പം നനഞ്ഞു, ഇനി അങ്ങോട്ട് കുളിച്ച് കയറാല്ലേ. ഇനി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. കഴിഞ്ഞ വിശേഷങ്ങളും പണ്ടത്തെ വിശേഷങ്ങളൊക്കെ കഥയായിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് ആക്കിയിട്ട് കൂട്ടാനൊന്നും കുറേ ആൾക്കാരെ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സന്തോഷം അതൊക്കെ നമുക്ക് ഇതിൽ കണ്ടിട്ട് പോവാം. ചെറിയ ചെറിയ സങ്കടങ്ങളോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നല്ലതൊക്കെ പറയുക, അത്രയ്ക്ക് തന്നെയാണ്. ഇതൊക്കെ ഒരു നമുക്ക് പിന്നെയും കാണാമല്ലോ, മക്കളൊക്കെ വലുതായി കഴിഞ്ഞവർക്കൊക്കെ കാട്ടിക്കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ് എന്തായി, കുട്ടികൾ സ്കൂളിൽ പോകാൻ റെഡിയായി. പോകണ നേരത്തെ തന്നെ വെയിലും മഴയിട്ടാട്ടോ മഴ പെയ്യണം. അപ്പോൾ പൈസ പറയുകയാണേ ഉമ്മച്ചിരും കല്യാണം എന്ന്. എന്താ ചെയ്യുക, കുട്ടികളൊക്കെ റീച്ചായി. അപ്പോൾ ഇക്ക ഭയങ്കര ചിരി. എന്താ ചെയ്യുക, അവൻ്റെ വർത്താനം കേട്ടപ്പോൾ ഇക്കാക്ക് ചിരിയാ വന്ന്. എന്താ ചെക്കൻ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറയട്ടേക്ക. അങ്ങനെ അവരങ്ങോട്ട് സ്കൂളിലേക്ക് പോയി. പിന്നെ ഞാൻ ഇത്തിരി ചായ കുടിക്കട്ടെ, കൂടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുകയാണ്. സമയം ഒന്ന് നേരത്തെ എനിക്ക് കൊണ്ടാക്കണ കാരണം നേരത്തെ തന്നെയാണ് കേട്ടോ, ഒരു 9:30 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടിലെ നാളികേരല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം തോനെ നാളികേരം എടുത്തിട്ടുണ്ട്. എനിക്ക് പുട്ടും കടലേക്ക് നാളികേരം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അജ്മി പുട്ടുപൊടിയാണ്. പുട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ പരിപാടി വെച്ചെങ്കിൽ ഇപ്പോൾ ഇത്തിരി വേപ്പിൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പാത്രത്തേക്ക് ആക്കുകയാണ്. നല്ല മൂത്ത വേപ്പിൻ്റെ ഇലയാണ്, എന്നാലും വേണ്ടില്ല. കൂട്ടാനിലൊക്കെ ഇത്തിരി വേപ്പിൻ്റെ ഇല ഇട്ടാലല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഇത്തിരി മീൻ മേടിച്ചിട്ടുണ്ട്, അതിലെ കുട്ടികൾ തന്നെ. അങ്ങനെ ആ മീനൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിടുക കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ വെക്കണം, പൊരിക്കണം. പിന്നെ തിരുമ്പാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, അത് തിരുമ്പണം. പുതപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിലും തെറിക്കുന്നുണ്ട്, ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, അതൊക്കെ തിരുമ്പി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തോരട്ടുണ്ട് കേട്ടോ മുകളിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ കാണാം കേട്ടോ. ടാറ്റാ.